Hi everyone, welcome to Commerce World. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം ഇന്റർനാഷണൽ ബിസിനസ് എന്ന സബ്ജക്റ്റ് നെക്സ്റ്റ് കൺസെപ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ അതിൽ വരുന്ന നെക്സ്റ്റ് കൺസെപ്റ്റാണ് സ്റ്റേജസ് ഇൻ ദ ഇവാലുവേഷൻ ഓഫ് ബിസിനസ് ആൻഡ് ദ മാനേജ്മെന്റ് ഓറിയന്റേഷൻ ഓഫ് ഓവർസീസ് ബിസിനസ് എന്നുള്ളത്. സോ ഇതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സ്റ്റേജസും മാനേജ്മെന്റ് ഓറിയന്റേഷൻ എന്നുള്ള രണ്ട് കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഈ ചാപ്റ്ററിന്റെ സെയിം ആയിട്ടുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇതിലത്തെ 14ാമത്തെ ചാപ്റ്ററിൽ അതായത് സ്റ്റേജസ് ഓഫ് ഇന്റർനാഷണലൈസേഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഈ സെയിം കൺസെപ്റ്റ് ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. പക്ഷെ ഈ പേരുകളിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ഉണ്ട്, പക്ഷെ സെയിം കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഇത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. പിന്നെ നമ്മൾക്ക് അവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ബ്രീഫായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് എന്താണെന്നുള്ളത് കുറച്ച് ബ്രീഫായിട്ട് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ അത് അത്രേ ഉള്ളൂ ഇതിൽ പറയാനായിട്ട്. സോ ഇതിൽ ആദ്യം വരുന്നത് സ്റ്റേജസ് ആണ്. സ്റ്റേജസ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 സ്റ്റേജസ് ആണ് വരുന്നത്. ഓക്കെ, സ്റ്റേജസ് ഇൻ ദ ഇവാലുവേഷൻ ഓഫ് ബിസിനസ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. ലോക്കൽ ബിസിനസ്, റീജിയണൽ ബിസിനസ്, നാഷണൽ ബിസിനസ്, ഇന്റർനാഷണൽ ബിസിനസ്, ദെൻ ഗ്ലോബൽ ബിസിനസ് എന്നുള്ള 5 സ്റ്റേജ് ആണ് വരുന്നത്. ഇതിൽ ലോക്കൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഏരിയ, അതായത് ലോക്കൽ ആയിട്ടുള്ള ഒരു ഏരിയനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ലോക്കൽ ബിസിനസ് എന്ന് പറയുന്നത്. വെറൈറ്റി ഓഫ് കമ്മോഡിറ്റീസ്, ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം വന്നിട്ട് ആ ലോക്കൽ ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിന്റെ ബേസിസിലാണ്. അതാണ് ലോക്കൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ, അതായത് ഈ ലോക്കൽ ബിസിനസ്സിന് വന്നിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബാർട്ടർ എക്കോണമി. ബാർട്ടർ എക്കോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അവിടെ എന്ന് പറയുന്നത് മണിയല്ല നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണത്, ഗുഡ്സിന് ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യണത്. ഒരു പെർട്ടിക്കുലർ സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ മുന്നിലുള്ള ഒരു സിസ്റ്റം ആയിരുന്നു അല്ലെ. ദെൻ വില്ലേജ് എക്കോണമിയാണ്. വില്ലേജ് എക്കോണമി എന്ന് പറയുന്നത് പീപ്പിൾ എന്ന് പറയുന്നത് അവരവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ് ഈ വില്ലേജ് എക്കോണമി എന്ന് പറയുന്നത്. ഈ കേസിലാണ് നമ്മളുടെ ഗോൾഡ്, സിൽവർ, കോപ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ എക്സ്ചേഞ്ചിന് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ടൗൺ എക്കോണമിയാണ്. ടൗൺ എക്കോണമി എന്ന് പറയുമ്പോൾ ഒരു കൾച്ചർ ആയിട്ട് വന്നതാണ് ഈ ടൗൺ എക്കോണമി എന്ന് പറയുന്നത്. ഒരു ട്രഡീഷണലിന്റെ ബേസിസിൽ അല്ലെങ്കിൽ ഒരു ഐഡിയാസിന്റെ ബേസിസിൽ വരുന്നതാണ് ഈ ടൗൺ എക്കോണമി അങ്ങനെയെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിത്തെ ലോക്കൽ ബിസിനസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് വന്നിട്ട് ഓരോരുത്തരുടെയും വാണ്ട്സ് എന്താണ്, നീഡ്സ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യണത് ഈ ലോക്കൽ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ കസ്റ്റംസ്, അവരുടെ കമ്മ്യൂണിറ്റി, ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരു ലോക്കൽ ഏരിയന്റെ ബേസിസിൽ മാത്രമായിരിക്കും. ഇപ്പോൾ ഈ ലോക്കൽ ബിസിനസ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ പാലക്കാട് എടുക്കുക. പാലക്കാട് എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഈ വില്ലേജ് എക്കോണമി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ മണ്ണാർക്കാട് എന്നുള്ള സ്ഥലത്തിൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തിലായിരിക്കും നമ്മുടെ ഈ വില്ലേജ് എക്കോണമി എന്ന് പറയുന്നത്. ടൗൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ മൊത്തം മണ്ണാർക്കാട് ടൗൺ, അതാണ് നമ്മളുടെ വില്ലേജ് എക്കോണമിയും ടൗൺ എക്കോണമി എന്ന് പറയുന്നത്. ബാർട്ടർ സിസ്റ്റം നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റീജിയണൽ ബിസിനസ് ആണ്. രണ്ടാമത്തത് റീജിയണൽ ബിസിനസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ജിയോഗ്രഫിക്കലോ അല്ലെങ്കിൽ നോൺ ജിയോഗ്രഫിക്കൽ റീജിയന്റെ ബേസിസിൽ ചെയ്യുന്നതാണ് ഈ റീജിയണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വന്നിട്ട് റീജിയണലിന്റെ ബേസിസിൽ, അതായത് ലൈക്ക് നമ്മളുടെ കമോഡിറ്റി, ഗുഡ്സ്, ഇതെന്ന് പറഞ്ഞാൽ അവരുടെ നീഡ്സ്, ആ റീജിയനിലുള്ളവരുടെ നീഡ്സിന്റെ ബേസിസിൽ വരുന്നതാണ് ആ റീജിയണൽ ബേസിസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ഏരിയസ് എന്ന് പറയുന്നത് ഒരു ഏരിയ, അതായത് ബിസിനസ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഏരിയസ് വിത്തിൻ ദ കൺട്രി, ഒരേ കൺട്രിയിൽ തന്നെ വിത്തിൻ ദ ഡിഫറെന്റ് ഏരിയസിൽ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഡിഫറെന്റ് ഏരിയസ് എന്ന് പറയുന്നത്. ദെൻ പൊളിറ്റിക്കൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് വേരിയസ് സ്റ്റേറ്റ്സും അതേപോലെ തന്നെ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഓരോ കാര്യങ്ങൾ അനുസരിച്ച് ഓരോ സ്റ്റേറ്റ്സ് തമ്മിൽ ഓരോ ഏരിയസും അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ദെൻ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സെയിൽസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് ഉള്ളത്, അതായത് ക്രെഡിറ്റ് കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ബെറ്റർ ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചറും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും ഡെവലപ്മെന്റും ഉള്ള സ്ഥലത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ റിസോഴ്സ് യൂട്ടിലൈസേഷന് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അതേപോലെ തന്നെ നിയർ ബൈ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ടാകും. ദെൻ പ്രൊഡക്ഷൻ കാപ്പബിലിറ്റീസ് ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നാഷണൽ ബിസിനസ് ആണ്. നാഷണൽ ബിസിനസ് എന്ന് പറയുന്നത് വൺ ദാറ്റ് ഓപ്പറേറ്റ് വിത്തിൻ ദ ബോർഡർ ഓഫ് ദ പെർട്ടിക്കുലർ കൺട്രി, അതായത് ഇന്ത്യ എന്നുള്ള നേഷനിൽ മാത്രം നമ്മൾ ബിസിനസ് ചെയ്യണമെങ്കിൽ അതാണ് നമ്മുടെ നാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെന്ന് പറയുമ്പോൾ നമ്മളുടെ എൻറ്റയർ കൺട്രീനെ ആയിരിക്കും നമ്മൾ
സോ ഇതിൽ വന്ന് നമ്മുടെ എൻറ്റയർ കൺട്രിയിലായിരിക്കും നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്തതൊക്കെ. ഈ നാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് ഇംഗ്ലണ്ടിലാണ് ആദ്യം കൊണ്ടുവന്നത്. പിന്നെ ലാർജ് സൈസ് ആണ്, അതായത് മറ്റുള്ള നമ്മുടെ ലോക്കൽ ബിസിനസ്സും അതേപോലെ തന്നെ റീജിയണൽ ബിസിനസ്സിനെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതെന്ന് പറയുന്നത് കുറച്ച് ലാർജർ ആണ്. പിന്നെ സപ്ലൈ ഓൾ ഓവർ ദ കൺട്രി, അതായത് നമ്മുടെ ഇന്ത്യ മൊത്തം തന്നെ നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് സ്മോൾ സ്കെയിൽ എന്റർപ്രൈസസ് ആർ എൻകറേജ്ഡ്, then low cost transportation, less time between the production and sales, then provide employment, then helps in economic development to the country എന്നുള്ള കുറെ കാര്യങ്ങളാണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ നോക്കി നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ കോമൺ പോയിന്റ്സ് ആണ്. ഓക്കെ, ദെൻ നാലാമത്തതാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസേണിങ് 2 or more countries, ഒന്നോ അതിൽ കൂടുതലോ കൺട്രീസ് വന്നിട്ട് അവിടെ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഓൾദോ ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആൻഡ് ആൻക്ലോ ടു ദ വേർഡ് ഫോറിൻ ഓർ ഫോറിനേഴ്സ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് മോർ കോമൺലി നോൺ എസ് ടേം ദാറ്റ് റെഫേഴ്സ് ടു കൺസേൺ ദാറ്റ് അഫക്ട് നോട്ട് ഓൺ ബട്ട് 2 or more countries എന്നുള്ളതാണ് എന്ന് പറയുന്നതാണ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇതിന് ഇന്റർനാഷണൽ ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എമംഗ് നേഷൻ, അതേപോലെ തന്നെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ പറ്റും, വെരി ഓൾഡ് ആണ്, ദെൻ ഫ്രണ്ട്ലി റിലേഷൻ, ദെൻ റേസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ നാഷണലും ഇന്റർനാഷണലും ബിസിനസ് തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നുണ്ട്. ആ ഡിഫറൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്നത് ഗ്ലോബൽ ബിസിനസ് ആണ്. ഗ്ലോബൽ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻറ്റയർ വേൾഡിൽ നമ്മൾ ചെയ്യുന്നതാണ് ഗ്ലോബൽ ബിസിനസ് എന്ന് പറയുന്നത്. വേൾഡ് മാർക്കറ്റ് ആണ്, ഗ്ലോബലൈസേഷൻ ആണ്, മെച്യൂർ സ്റ്റേജസിന്റെ, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ ഉണ്ടല്ലേ, ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ എന്നുള്ള സ്റ്റേജസിലൂടെ വരുന്നതാണ് മെച്യൂർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫോംസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, ലൈസൻസിങ്, ഫ്രാഞ്ചൈസിങ്, സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ്, ജോയിന്റ് വെഞ്ചർ. ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഗ്ലോബൽ ബിസിനസ്സും ഇന്റർനാഷണൽ ബിസിനസ്സും തമ്മിലുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് മാനേജ്മെന്റ് ഓറിയന്റേഷൻ ഓഫ് ഓവർസീസ് ബിസിനസ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പഠിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, സോ ഇതിൽ വരുന്നത് നമ്മളുടെ എത്നോക്രാറ്റിക് ഓറിയന്റേഷൻ, പോളിസെൻട്രിക് ഓറിയന്റേഷൻ, റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ, ജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്നുള്ള 4 ഓറിയന്റേഷൻ ആണ് നമ്മൾക്ക് വരുന്നത്. അതിൽ നമുക്ക് ആദ്യം വരുന്നത് എത്നോക്രാറ്റിക് ഓറിയന്റേഷൻ എന്നുള്ളതാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രേക്ക് വേർഡ്, എത്നോസ് എന്നുള്ള ഗ്രേക്ക് വേർഡ് ഇത് കൊണ്ടുവന്നതാണ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് പീപ്പിൾ, ക്ലാസ്, കാസ്റ്റ് എന്നുള്ള കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നതാണ് ഈ ഗ്രീക്ക് വേർഡ് എത്നോസ് എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത് ethnographic orientation, the company used the same product and same marketing strategy in each country as it is done in the home country. അതായത് ഹോം കൺട്രിയിൽ എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണോ യൂസ് ചെയ്തത്, എന്ത് പ്രൊഡക്ഷൻ റിസോഴ്സസ് ആണോ യൂസ് ചെയ്തത്, അതേ തന്നെ ഏത് കൺട്രിയിൽ പോയാലും നമ്മൾ ഫോളോ ചെയ്യണതിനെയാണ് ഈ എത്നോക്രാറ്റിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഒരു മാറ്റവും ഇല്ല, എന്താണോ ഇവിടെ ചെയ്തത് അത് തന്നെയാണ്. ഇന്ത്യയിൽ എന്ത് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്തു, എന്തൊക്കെ പ്രൈസ് യൂസ് ചെയ്തു, എത്രത്തോളം ആ പ്രൈസ് നമ്മൾ യൂസ് ചെയ്തു, അതേപോലെ തന്നെ എന്ത് സ്ട്രാറ്റജി എങ്ങനെ ചെയ്താലും ഇത് തന്നെ സെയിം USA പോയി നമ്മൾ ചെയ്താലും ഇതേ തന്നെ ഫോളോ ചെയ്യുന്നതാണ് എത്നോക്രാറ്റിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഓപ്പറേറ്റ് അണ്ടർ ദ അസംപ്ഷൻ ദാറ്റ് ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതായത് ഇതെന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത സ്ട്രാറ്റജി അവിടെ കൊണ്ട് യൂസ് ചെയ്താലും ഓക്കെ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ തന്നെ കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പോളിസെൻട്രിക് ഓറിയന്റേഷൻ ആണ്. പോളിസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഇതൊന്നൊരു പോളി, അതായത് മെനി എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ബിലീവ് ദാറ്റ് എവറി കൺട്രി ഈസ് യുണീക്ക്. അതായത് ഇതിൽ പറയുന്നത് നമ്മുടെ എത്നോസെൻട്രിക്കിൽ പറയുന്ന പോലെയല്ല, ഇവിടെ യൂസ് ചെയ്ത സ്ട്രാറ്റജി തന്നെ അവിടെയും കൊണ്ട് യൂസ് ചെയ്യണം എന്നല്ല അത് പറയുന്നത്. എല്ലാവരും യുണീക്കാണ്, എല്ലാ നേഷൻസും യുണീക്കാണ്, എല്ലാ കൾച്ചേഴ്സും യുണീക്കാണ്. സോ ഓരോരുത്തരുടെ ടേസ്റ്റും പ്രിഫറൻസും ഡിഫറെന്റ് ആണ്. അവിടെ എന്താണോ അവരുടെ നീഡ്സ് വരുന്നത് അതിനനുസരിച്ച് വേണം ചെയ്യണം. അവരുടെ കൾച്ചറും സോഷ്യൽ നോംസും അതിന്റെ ബേസിസിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് പോളിസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹെൻസ് ദ കമ്പനി അപ്ലൈസ് ദ കൗണ്ടർ സ്പെസിഫിക് ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫോർ സക്സസ്ഫുള്ളി ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് ഇൻ പ്രസൻസ് ഇൻ ഈച്ച് കൺട്രി എന്നുള്ളതാണ് പോളിസെൻട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പോളിസെൻട്രിക് എന്ന് പറയുന്നത് അപ്രോച്ചസിൽ വന്നിട്ട് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് ഇൻ ഈച്ച് കൺട്രി ഐഡന്റിഫൈങ് ദ പ്രൊഡക്റ്റ് ആസ് ലോക്കൽ. അതായത് അവർ അവിടെ നോക്കുന്നത് ഇറ്റ് ഇസ് ദ ലോക്കൽ പ്രൊഡക്റ്റ് എന്നുള്ളതായിരിക്കും അവർ പറയുന്നത്. അതായത് അവരുടെ ഒരു പ്രിഫറൻസിൽ വെച്ച് നമ്മൾ കൊടുക്കുകയാണല്ലോ. അപ്പൊ അവർ എന്താ വിചാരിക്കും, നമ്മളുടെ പ്രിഫറൻസിലല്ല, അപ്പൊ ലോക്കൽ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതായിരിക്കും വിചാരിക്കുക. ഒരു അമേരിക്കൻ പ്രൊഡക്റ്റ് ഇവിടെ വന്ന് നമ്മൾ മേടിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകും അമേരിക്കൻ എന്ന് എഴുതിയിട്ടുണ്ടാകും. അമേരിക്കത്തെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതായിരിക്കും. അതല്ലാതെ അമേരിക്കത്തെ പ്രൊഡക്റ്റ് ആണ് അമേരിക്ക എന്ന് എഴുതിയിരുന്നാലും പക്ഷെ നമ്മളുടെ ഒരു ഇതിലായിരിക്കും എന്നും പറയുമ്പോൾ അപ്പൊ നമ്മൾ ആലോചിക്കുകയായിരിക്കും
ഇത് അമേരിക്കത്തെ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മളുടെ ഒരു ഇതല്ലേ എന്ന് നമ്മൾ ആലോചിക്കില്ല. അതെന്ന് പറയുന്നത് അതൊരു അഡ്വാൻറ്റേജസ് ആണ് ഈ പോളിസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ചില കൾച്ചറൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് പോളിസെൻട്രിക്. ദെൻ എത്നോസെൻട്രിക്കിന്റെയും പോളിസെൻട്രിക്കിന്റെയും ഡിഫറൻസ് പറയുന്നുണ്ട്. അത് നിങ്ങൾ ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനുശേഷം നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, ദെൻ മൂന്നാമത്തെ അപ്രോച്ചാണ് നമ്മളുടെ റീജിയോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. റീജിയോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ approach of adopted by a firm where it adopted as marketing strategy across a group of countries which have been grouped on the basis of their marketing characteristics. That is, marketing strategy of these countries would be more or less similar. അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റീജിയനിൽ നമ്മളുടെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ പരിശോധിച്ച് നോക്കുന്നത്. അതായത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീജിയൻ നമ്മൾ സെലക്ട് ചെയ്യുക, അവിടെ പോയിട്ട് നമ്മളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് മാത്രം അവിടെ കൊണ്ട് യൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് യൂസ് ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ആണോ സക്സസ്ഫുൾ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അറിയാനാണ് ഈ റീജിയോസെൻട്രിക് ഓറിയന്റേഷൻ അപ്രോച്ച് എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സാമ്പിൾ ഓഫ് റീജിയോസെൻട്രിക് അപ്രോച്ച് ഫോർ മാർക്കറ്റിംഗ് പർപ്പസ് കൺട്രീസ് സച്ച് ആസ് ഇന്ത്യ, പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് ഹാവ് ബീൻ ഗ്രൂപ്ഡ് ടുഗദർ ബൈ കൊക്കോകോള ആൻഡ് സിമിലർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എംപ്ലോയ്ഡ് അക്രോസ് ദീസ് കൺട്രീസ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ. ദെൻ നാലാമത്തെ ഓറിയന്റേഷൻ ആണ് ജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ജിയോസെൻട്രിക് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് വ്യൂ ദ എൻറ്റയർ വേൾഡ് ആസ് ദ പൊട്ടൻഷ്യൽ മാർക്കറ്റ്. അതായത് ഒരു ജിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു ജിയോഗ്രാഫിക്കലി നമ്മൾ നോക്കുകയാണല്ലോ, ജിയോഗ്രാഫിക്കലി നോക്കുന്ന സമയത്ത് അപ്പൊ ഒരു കമ്പനിയുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നത് എന്താണ്, എൻറ്റയർ വേൾഡ് ആസ് ദ പൊട്ടൻഷ്യൽ മാർക്കറ്റ്. നമുക്ക് ഈ ലോകം മൊത്തം നമ്മൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നതാണ് ഈ ജിയോസെൻട്രിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളുടെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് നമ്മളവിടെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഓരോ കമ്പനിയുടെ യൂണിഫോമിലുള്ള ഒരു ബ്രാൻഡ് യൂണിഫോമിലിറ്റി ഇമേജ് നമ്മൾ അവിടെ ആയിരിക്കും കാണിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രൈസിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മുടെ വേൾഡ് വൈഡ് ബേസിസിൽ നമുക്ക് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നത് ഈ ജിയോസെൻട്രിക് ഓറിയന്റേഷനിലൂടെയാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ 4 മാനേജ്മെന്റ് ഓറിയന്റേഷൻ ഓഫ് ഓവർസീസ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ മേജർ ആയിട്ട് നോക്കാൻ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.